മെസ്സേജ് അയക്കുന്നതിലും സൗണ്ട് മെസ്സേജ് അയക്കുന്നതിലും എഴുത്ത് മെസ്സേജ് അയക്കുന്നതിലും എല്ലാ പരിമിതിയും വിട്ടുപോയിട്ടുണ്ട്. നഊദു ബില്ലാഹ്. ഏതെങ്കിലും ഒരു ശബ്ദം, ഏതെങ്കിലും ഒരു എഴുത്ത് ഒരാളെ സ്വാധീനിക്കുന്ന തരത്തിൽ, ഒരാളെ കീഴ്പ്പെടുത്തുന്ന തരത്തിൽ, ആണിനെയോ പെണ്ണിനെയോ സ്വാധീനിക്കുന്ന തരത്തിലായാൽ അതിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ ചെറുതല്ല, വളരെ വലുതാണ്. പഴയ കാലത്തുള്ള മഹാന്മാര് സൂക്ഷിച്ചതുപോലെ പാരത്രിക ലോകത്തേക്ക് പോകാറുള്ള നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ മാർഗത്തിലായി തഖ്വയിലായി ജ്വലിച്ച് മുന്നോട്ട് നീങ്ങണം. അതെ, നിങ്ങൾ നോക്ക്, ചെറിയ ആളുകൾ വലിയ ആളുകൾ വ്യത്യാസമില്ലാത്ത രൂപത്തിലല്ലേ ഈ ഒരു വിഷയത്തിൽ കുടുങ്ങിപ്പോയി കൊണ്ടിരിക്കുന്നത്. ചെറിയ ആളുകളും വലിയ ആളുകളും വ്യത്യാസമില്ലാത്ത രൂപത്തിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാപ്പയും മക്കളും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്നിട്ട് സെക്സ് കാണുന്നൊരു കാലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നഊദു ബില്ലാഹ്. ബാപ്പയും മക്കളും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്നിട്ട് അനാവശ്യം കാണുന്ന, അനാവശ്യത്തിന്റെ മേഖലകൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞു തുറക്കുന്നത് 2 വയസ്സുള്ള 4 വയസ്സുള്ള കുട്ടികൾ പോലും അതിന്റെ എല്ലാ മേഖലകളും അറിഞ്ഞു അനുഭവിച്ചു പോയി. ആ തരത്തിലേക്ക് ഈ അനാവശ്യങ്ങൾ വ്യാപിച്ചു പോയി. നിയന്ത്രിക്കാൻ കഴിയൂലേ മുസ്ലിമേ? നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ അതാണ് തഖ്വ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, അവിടെയാണ് സൂക്ഷിക്കേണ്ടത്. അതേ കാണുന്നതും, അതേ എഴുതുന്നതും, നോക്കുന്നതും വിഷയങ്ങളുമാക്കുന്നതുമൊക്കെ എല്ലാ വിഷയങ്ങളിലും വരുന്നുണ്ടല്ലോ ദുഷ്പ്രവർത്തികൾ. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ദാലിക കാന അൻഹു മസ്ഊലാ. കേൾക്കുന്നതും കാണുന്നതും ചിന്തിക്കുന്നതും ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലാണ്. ആ വിഷയങ്ങളെ സംബന്ധിച്ച് എങ്ങനെ ചോദ്യം വരുന്നത്? എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സമാനിൽ ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? മനുഷ്യൻ കാണുന്നത് വികാരപരമായി, വിചാരപരമായി അവനെ തെറ്റിലേക്ക് നയിക്കുന്ന, അവന്റെ നല്ല ചിന്തകളൊക്കെ കെടുത്തിക്കളയുന്ന, ആഖിറത്തെക്കുറിച്ചുള്ള ബോധങ്ങൾ അവന്റെ മനസ്സിൽ നിന്ന് അസ്തമിപ്പിക്കുന്ന രൂപത്തിലുള്ള ദൃശ്യങ്ങൾ എത്രയാ കാണുന്നത്? അത്തരത്തിലുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും എത്രയാ കേൾക്കുന്നത്? നഊദു ബില്ലാഹ്. അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് എത്രയാണ്? ആ മോഡലുകൾ ഉൾക്കൊള്ളാൻ വേണ്ടി മനുഷ്യൻ തത്രപ്പെടുന്നത് ഏത് രൂപത്തിലാണ്? അങ്ങനെ നിങ്ങൾ നോക്ക്, ചെറിയവരും വലിയവരും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധങ്ങൾ മുഴുവനും നീങ്ങിപ്പോയി. എല്ലാ മറകളും അസ്തമിച്ചുപോയി. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ രൂപത്തിലുള്ള മെസ്സേജുകളാണ്. കിളിപ്പെടുത്തുന്ന മെസ്സേജ്, കീഴ്പ്പെടുത്തുന്ന സംസാരങ്ങൾക്ക് പഴയ കാലത്തൊക്കെ കൊടുത്തിരുന്നൊരു മറുപടി ഉണ്ട്. ആ മറുപടിയിലായിരുന്നു പഴയ കാലത്തെ ആളുകളൊക്കെ അവരെ ശരീരം തന്നെ പിടിച്ച് റെഡിയാക്കി വെച്ചിരുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രത്തിന്റെ ഒരു വലിയ ഭാഗമാണല്ലോ. ഗുഹാവാസികളുടെ ചരിത്രം അറിയാത്തവരാരുമില്ല. ആ കൂട്ടത്തിൽ ഒരാള്, 3 ആളുകളിൽ ഒരാള് അള്ളാഹുവിനോട് പറയുന്നത്, പടച്ചോനെ, എനിക്ക് എന്റെ ഉപ്പയുടെ സഹോദരനൊരു മകളുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി. ഞാനുമായി നല്ല സൗഹൃദത്തിലായിരുന്നു. ആ പെൺകുട്ടി നല്ല അടുപ്പത്തിലായിരുന്നു. ആ പെൺകുട്ടിയുടെ സംസാരവും ആ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ രൂപഭാവങ്ങളൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ആ പെൺകുട്ടി എന്റെ അടുത്തേക്കൊരു വിഷയവുമായി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഒരു നിർബന്ധിത ഘട്ടമുണ്ടായി. കുറച്ച് ദീനാർ ആ പെൺകുട്ടിക്ക് വേണം, അല്ലെങ്കിൽ ദിർഹമ് വേണം, സമ്പത്ത് വേണം. വേറൊരു വകുപ്പില്ല, എന്റെ കയ്യിൽ സമ്പത്തുണ്ട്. ആ സമ്പത്ത് ഞാൻ കൊടുക്കുന്നതിന് ഞാൻ ആ പെൺകുട്ടിയോട് വെച്ചൊരു നിബന്ധന, നിന്റെ ശരീരം എനിക്ക് നീ തനിച്ചാക്കി ഒഴിവാക്കി തരണം. ഞാൻ ആ ശരീരം കൊണ്ട് ഇഷ്ടം പോലെ ആസ്വദിച്ച് സുഖിച്ച ശേഷം നീ ഉദ്ദേശിക്കുന്ന അത്രയും നിനക്ക് തരാം. ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണല്ലോ ആ പെൺകുട്ടി അതിന് സമ്മതിച്ചു.
വേറെ ഒരു മാർഗവും ജീവിതത്തിനില്ല മുന്നോട്ട് പോകാൻ. ജീവിതത്തിന്റെ വഴികളൊക്കെ അടഞ്ഞു പോയിട്ട് ഒരു തൊഴിലെടുക്കാൻ ആ പെൺകുട്ടിക്ക് മാർഗമല്ല, ഒന്നുമില്ല. ജീവിക്കാൻ അല്ലാഹു തആല ബാപ്പ ഉമ്മമാരുടെ തന്ന സ്വത്തുണ്ടെങ്കിൽ പിന്നെ അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ആ പെൺകുട്ടി അവസാനം ഗത്യന്തരമില്ലാതെ സമ്മതിച്ചപ്പോ ചെറുപ്പക്കാരൻ എല്ലാവിധ താല്പര്യങ്ങളോടെയും ആഗ്രഹങ്ങളോടെയും അവളെ ശരീരത്തിലേക്ക് വലിഞ്ഞുകൂടി അടുക്കാനായപ്പോൾ ഒരു പെണ്ണ് ഒരു സ്ത്രീയുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ പറ്റുന്നതിനുള്ള മറകളും തടസ്സങ്ങളുമൊക്കെ നീങ്ങിയ സമയത്തും ആ പെൺകുട്ടിയുടെ മനസ്സിൽ മിന്നിമറിഞ്ഞത് ഉമ്മമാരെ തഖ്വയാണ്. വിവസ്ത്രയാക്കി എന്റെ ശരീരം കൊണ്ട് ഈ ചെറുപ്പക്കാരൻ ആസ്വദിക്കുമ്പോ സുഖിക്കുമ്പോ എന്റെ ശരീരത്തിനും കിട്ടുന്ന സുഖങ്ങളും ചാബല്യങ്ങളും ചിന്തിക്കുന്നതിന് പകരം ഒരാണിനേക്കാളും കൂടുതൽ വികാരം അല്ലാഹു നൽകിയിരിക്കുന്നത് ഒരു പെണ്ണിനല്ലേ. എന്നിട്ടും ആ പെൺകുട്ടി പറഞ്ഞൊരു മറുപടിയിലല്ലേ ആണ് പിന്മാറുന്നത്. ഇത്തഖില്ലാ, നീ തഖ്വയിലായി ജീവിക്കണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം. നീ പറഞ്ഞതും നീ ചെയ്യുന്നതും നീ കയറിയിരിക്കുന്നതും പടച്ച റബ്ബ് കാണുന്നുണ്ടെന്നൊരു ബോധമുള്ള തഖ്വ നിന്റെ മനസ്സിലുണ്ടാകണം. വലാ തഫുല്ലൽ ഖാതമ ഇല്ലാ ബിഹഖ്ഖിഹി. വേണമെങ്കിൽ എന്റെ ശരീരത്തിന്റെ വികാര വിചാരങ്ങൾ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഹലാലായ രൂപത്തിൽ വിവാഹം ചെയ്ത ശേഷമേ നീ ഇത് ചെയ്യാവൂ. ഒരു ഉപദേശമൊന്ന് കൊടുക്കുമ്പോ ഒരൊറ്റ വരി ഉപദേശം കൊണ്ട് ആ ചെറുപ്പക്കാരനൊന്ന് മാറി നിന്നപ്പോ അല്ലാഹുവേ മറ്റൊന്നും ചിന്തിച്ചല്ല, പിന്നെ മാത്രം ആലോചിച്ച് എല്ലാ സൗകര്യങ്ങളുടെയും മുന്നിൽ വെച്ച് ഞാനന്ന് പിന്മാറിയത് നിന്റെ അടുക്കൽ മഖ്ബൂലായ അമലാണെങ്കിൽ ആകാശം കാണുന്ന രൂപത്തില് പാറ നീക്കി തരണേ അല്ലാ. ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ ചാബല്യങ്ങളിൽ നിന്ന്, ആ പെണ്ണിന്റെ ശരീരത്തിന്റെ സർവ്വസുഖങ്ങളിൽ നിന്നും സൗകര്യങ്ങളിൽ നിന്നും ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം എന്നൊരൊറ്റ ഉപദേശം കൊണ്ട് മാറിയത് അല്ലാഹു അങ്ങ് കബൂലാക്കിയപ്പോ അകപ്പെട്ട ദുരിതത്തിൽ നിന്ന് ആകാശം കാണുന്ന രൂപത്തിൽ പാറ പടച്ച റബ്ബ് നീക്കിക്കൊടുത്തു. ആ രീതിയിലുള്ള തഖ്വയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പൊതുജീവിതത്തിൽ ആവശ്യമുള്ളത്. തഖ്വ കൊണ്ടേ ജീവിക്കാൻ കഴിയൂ, തഖ്വ കൊണ്ടേ ഉയരാൻ കഴിയൂ. മുഅ്മിനായ മനുഷ്യൻ സമ്പാദിക്കുന്നതിൽ ഏറ്റവും വലിയ സമ്പാദ്യം തഖ്വല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനുള്ള തഖ്വയാണ്. അതിനേക്കാളും വലിയൊരു സമ്പാദ്യം വേറെ ഇല്ല. യുരീദുൽ മർഉ അയ്യുഅ്താ മുനാഹു വതഖ്വല്ലാഹി അഫ്ളലു മസ്തഫാദാ. ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടണമെന്ന് മനുഷ്യൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ മനുഷ്യന് നൽകപ്പെട്ടതിൽ ഏറ്റവും വലിയ ധനം, മനുഷ്യന് നൽകപ്പെട്ടതിൽ ഏറ്റവും വലിയ സമ്പാദ്യം അത് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കലാണ്. പടച്ച റബ്ബ് ഹറാമാക്കിയത് ഹറാമായി കാണാനുള്ള മനസ്ഥിതി വേണം. അല്ലാഹു ഹലാലാക്കിയത് ഹലാലാക്കി മാത്രം ഉപയോഗിക്കണം. പരിധി വിട്ടുകൂടാ. ഉമ്മമാരോട് ഉപ്പമാരോടൊക്കെ ഞാൻ പറയട്ടെ, തഖ്വക്ക് അധിഷ്ഠിതമായി നിയമങ്ങൾ പാലിച്ച് കഴിവിന്റെ പരമാവധി മുറുകെ പിടിച്ച് ജീവിക്കണം. ഒരുപാട് പ്രതിസന്ധികൾ അതിന് നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായി വരും. ആ പ്രതിസന്ധികൾക്ക് ഉള്ളിൽ ഞെരിഞ്ഞമർന്നുള്ള ഒരു ജീവിതമായിരിക്കും ഒരുപക്ഷേ മുത്തഖിയായ മനുഷ്യന്റെ ജീവിതം. വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞാൽ അവന് സഹിക്കാൻ കഴിയാത്ത പലതും ഉണ്ടാകും. പക്ഷേ സഹിച്ച് ജീവിച്ചേ പറ്റൂ. ഇതേതാണ് സമാനെന്നറിയുമോ? സമാനുൻ അലാ ഉമ്മത്തി അസ്സാബിറു ഫീഹിം അലാ ദീനിഹി ഖൽ ഖാബിലി അലൽ ജംദി. ഒരു ഹറാം കാണാതെ, ഒരു ഹറാമിലേക്ക് ചാറ്റിംഗ് നടത്താതെ, ഒരു അന്യ പെണ്ണ്
പെണ്ണുമായിട്ടോ അന്യ ആണുമായിട്ടോ സമ്പർക്കത്തിലാകാതെ ഒരു സിനിമയും ഒരു നാടകവും ഒരു കോമഡിയും കാണാതെ നല്ലോണം ക്ഷമിച്ച് ജീവിക്കാൻ കരുത്തുള്ളൊരു മനുഷ്യൻ തീക്കനൽ കയ്യിൽ പിടിച്ചവനെ പോലെയാ. തീക്കട്ട കയ്യിൽ പിടിച്ചൊരു മനുഷ്യന്റെ പ്രയാസമൊന്ന് ആലോചിച്ചു നോക്കൂ. അവന്റെ ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളിലാണ് അതിന്റെ വേദന വരാത്തത്, ഏത് ഭാഗങ്ങളിലാണ് അതിന്റെ ചൂട് വരാത്തത്? നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ ഹറാമുകൾക്ക് നടുവിലൂടെ പായുന്ന നമ്മള് അതിനോടൊക്കെ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ക്ഷമയോടെ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ചെറിയൊരു ക്ഷമ പോരാ, ചെറിയൊരു തഖ്വ പോരാ. തഖ്വല്ലിലാഹി മദാറു കുല്ലി സാദത്തിൻ വതിബാഉ വഹ്വാ റഅസു ശർരി ഹബായിലാ. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നത് എല്ലാ വിജയങ്ങളുടെയും അടിത്തറയാണ്. അതേ സമയത്തിട്ട് താന്തോന്നിയായി ജീവിക്കുന്നത്, തന്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് നീങ്ങിയിട്ട് വേണ്ട ആഗ്രഹങ്ങളൊക്കെ ഈ ദുന്യവിയായ ജീവിതത്തിൽ കാണിച്ചു കൂട്ടുന്നത് എല്ലാ കെണിവലകളുടെയും എല്ലാ ദൂഷ്യമായ അവസ്ഥകളുടെയും തലവനാണ്. മനുഷ്യൻ താന്തോന്നിയായി ജീവിക്കുന്നത് അവന് വേണ്ടതുപോലെ ജീവിക്കുക റബ്ബ് തആല പഠിപ്പിച്ച മാർഗത്തിലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാർഗത്തിലല്ല. അവന്റെ ഇഷ്ടം പോലെ ജീവിക്കുന്നത് മനുഷ്യൻ കുടുങ്ങാനുള്ള ഏറ്റവും വലിയൊരു വഴിയാണ്. പഴയകാലത്തെ ആളുകളെ പറ്റി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവരെ മുന്നിൽ ഹറാമിയത്തിന് അവസരങ്ങളുണ്ടായിട്ടും, അവരെ മുന്നിൽ ഹറാമ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന രൂപഭാവങ്ങളുണ്ടായിട്ടും പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് തഖ്വയിലായി ജീവിച്ചത് കൊണ്ട് അല്ലാഹു അവർക്ക് നൽകിയ വിജയങ്ങൾ എത്രമാത്രം വലുതാണ്. സുബ്ഹാനല്ലാഹ്. തെറ്റുകുറ്റങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും അതിന് പറ്റുന്ന പോയിന്റുകളും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും അത് വർദ്ധിക്കുകയാണ്. മുഅ്മിനീങ്ങളെ നല്ലവണ്ണം ആലോചിച്ചുകൊണ്ട്, നല്ലവണ്ണം ചിന്തിച്ചുകൊണ്ട് മാറി ജീവിച്ചെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ.